പാലക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് സാനുവിലേക്ക് പോകാം. സാനു തൃശ്ശൂരിൽ നിന്ന് തുടരുന്നുണ്ട്. സാനു, വടക്കൻ കേരളം മുഴുവൻ അങ്ങനെ കൊട്ടിക്കലാശത്തിൻ്റെ ആ ആവേശ കാഴ്ചകളിലാണ്. തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ? എന്തെല്ലാം കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? NDA സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം, വികസന മുന്നേറ്റം, അതൊക്കെ എങ്ങനെയാണ്? തൃശ്ശൂരിലെ കൊട്ടിക്കലാശം അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ള ആ പ്രചരണത്തിൻ്റെ ഒരു അവസാനം കുറിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വലിയ ആവേശത്തിലുള്ള ആ ഒരു കൊട്ടിക്കലാശത്തിന് തൃശ്ശൂരിൽ അവസാനമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ BJPയുടെ 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ശോഭാ സുരേന്ദ്രനും MT രമേശ് അടക്കം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കൊട്ടിക്കലാശത്തിൽ പ്രവർത്തകർക്കൊപ്പം സ്ഥാനാർത്ഥികൾക്കൊപ്പം ആ അവസാന നിമിഷത്തിലെ ആവേശത്തിൽ പങ്കുചേരാൻ വേണ്ടി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി, ഈ തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം പിടിച്ചടക്കുമെന്നാണ് BJP പറയുന്നത്. എത്രത്തോളം ആവേശത്തിലാണ് ഈ അവസാന ലാപ്പിലുള്ള ഒരു പ്രചരണം? ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുള്ള യാത്രകളിലും പ്രവർത്തനങ്ങളിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി ചിന്തിച്ചിരുന്ന ജനങ്ങൾക്ക് വികസനമില്ലായ്മ കൊണ്ട് വലിയ പൊറുതിമുട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് നേർരേഖയിലൂടെ സഞ്ചരിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ വികസനങ്ങൾ അത് ഒപ്പിയെടുത്തുകൊണ്ട് കേരളത്തിൽ മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. 20% വോട്ടുള്ള ഒരു പാർട്ടി വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പരമാവധി ശക്തി തെളിയിക്കുക തന്നെയല്ലേ BJP ലക്ഷ്യം വെക്കുന്നത്? അതേപോലെ തന്നെ ഈ വികസനവും ശബരിമല വിഷയമടക്കം ഈ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രചരണത്തിൽ ആ രീതിയിൽ തന്നെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. 4 വർഷം PM ശ്രീ പദ്ധതി ലാപ്സാക്കി കളഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ തന്നെ സഞ്ചരിച്ച കോൺഗ്രസിന്, മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി, വയോവന്ദന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാത്ത കാര്യത്തിൽ ഇരു മുന്നണികളും യോജിപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നാട് മാറണമോ ഭാരതീയ ജനതാ പാർട്ടി ഭരണം എന്നുള്ളത് ബോധ്യപ്പെട്ട ജനത പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ അതീതമായിക്കൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുകയും പ്രാദേശിക തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും കേരളത്തിൽ ജനങ്ങൾ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നത്. രോഹിണി, BJP വലിയൊരു ആവേശത്തിലാണ്. അതായത് വികസനം ഉയർത്തിക്കൊണ്ട്, അതായത് മറ്റുള്ളവർ മറ്റ് പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ BJP വികസന കാഴ്ചപ്പാട്, അതായത് വികസിത തൃശ്ശൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആ മുദ്രാവാക്യത്തിന് വേണ്ടി വോട്ട് തേടുന്നു. ആ മുദ്രാവാക്യം ജനം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് BJP പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ ആവേശത്തിലാണ്, വലിയ ആരവത്തിലാണ്. ആ ആരവങ്ങളെല്ലാം വോട്ടായി മാറുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി BJP മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ തൃശ്ശൂർ കോർപ്പറേഷന് പുറത്തേക്ക് അവിടെയും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലുള്ള കൊട്ടിക്കലാശങ്ങൾ പഞ്ചായത്ത് തലത്തിലായിക്കോട്ടെ, മറ്റ് 7 നഗരസഭകളുണ്ട്. ആ 7 നഗരസഭകളിലും വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം, അല്ലെങ്കിൽ വലിയ രീതിയിൽ വലിയ ആവേശത്തോടു കൂടിയുള്ളൊരു ഈ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് അവിടങ്ങളിലും വലിയ കൊട്ടിക്കലാശം, അല്ലെങ്കിൽ വലിയ ആവേശത്തോടു കൂടി അവിടങ്ങളിലും പരിപാടി നടക്കുന്നു. ഒപ്പം തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭ കഴിഞ്ഞ വർഷം 1 സീറ്റിന്റെ അകലത്തിൽ മാത്രമാണ് BJPക്ക് ഭരണം നഷ്ടമായെങ്കിൽ ഇക്കുറി അത് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി അവിടെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭരണം പിടിക്കാനായിട്ടുള്ള എല്ലാവിധ നീക്കങ്ങളും നടത്തുന്നു, എല്ലാവിധ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുന്നു. അതിന് കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ആ കൊടുങ്ങല്ലൂർ നഗരസഭ പിടിക്കാൻ നോക്കുന്നു. ഒപ്പം തന്നെ ഇരിങ്ങാലക്കുട, ചാവക്കാട്, കൊടുങ്ങല്ലൂർ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള പരിപാടികൾ, ആവേശത്തോടു കൂടിയുള്ള ആ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. രോഹിണി, സാനുവാണ് തൃശ്ശൂരിൽ നിന്നും ആവേശകരമായ കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.